ഹലോ ഫ്രണ്ട്സ്. സോ 2025 ഇങ്ങ് എത്താൻ പോവുക അല്ലേ? ഏകദേശം 2024 തീരാൻ പോവുകയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ മേജർ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ സർ? ഇനി റെയിൽവേ വരാനുണ്ട്. RRB NTPC എക്സാമിനേഷൻ ജാനുവരിയിൽ നടക്കും. ബാക്കി SSC എക്സാമിനേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CGL CHSL പോലുള്ള മേജർ എക്സാമിനേഷൻസ് എല്ലാം തന്നെ അതിന്റെ ഫൈനൽ സ്റ്റേജിലായി കഴിഞ്ഞിരിക്കുന്നു. 2025 കലണ്ടർ ഇനി എപ്പോൾ വരും എന്നുള്ളൊരു ആകാംക്ഷയിലാണ്. യെസ്, എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. വേണമെങ്കിൽ എന്താ പറയുക, നവംബറിൽ തന്നെ ഡിസംബറിൽ തന്നെ നിങ്ങൾക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. SSCയുടെ കലണ്ടർ എന്ന് പറയുന്നത് ഒരു നോർമലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബർ മാസത്തിലായിട്ടാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അവരുടെ കലണ്ടർ റിലീസ് ചെയ്യുന്നത്. കുറെ കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു എക്സാം ആണ്. SSC എക്സാമിനേഷൻ എന്താണ്, അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണോ, പ്രിപ്പയർ ചെയ്താൽ ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ സെക്യൂർ ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഉണ്ടാകുക എന്നൊക്കെ ഒരുപാട് കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാനും സാറും ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സാർ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് നോക്കാം. അപ്പോൾ നമുക്ക് SSC എക്സാം നമുക്ക് ഓൾറെഡി അറിയാം. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ടോപ്പ് ഏജൻസിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ആണ് അതിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഡ്രീമാണ് CBI, NIA, ഇൻകം ടാക്സ് ഓഫീസർ, യൂണിഫോമിലൊക്കെ വരുന്ന പ്രിവെന്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ. അപ്പോൾ ആ ഒരു ഡ്രീമിലേക്കൊക്കെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടില്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏത് എക്സാമിന് വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SSC ആണ്. SSC വഴിയാണ് നമ്മൾ ആ പോസ്റ്റിലെ ഏറ്റവും നല്ല പോസ്റ്റുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കും. അതിന്റെ ഒരു 10-12 വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു A കാറ്റഗറി, നമ്മുടെ ആ ഗ്രൂപ്പ് A കാറ്റഗറി, നമ്മുടെ സിവിൽ സർവീസ് വഴി എത്തുന്ന ആ ലെവലിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു ഇതാണ്. ഈ SSC എക്സാമിനേഷൻസിൽ വരുന്ന ഒരു മേജർ എക്സാം ആണ് SSC CGL എന്ന് പറയുന്നത്. മിനി സിവിൽ സർവീസ് എന്നാണ് SSC CGL-നെ അറിയപ്പെടുന്നത്. കാരണം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഇതുപോലുള്ള അടിപൊളി പോസ്റ്റുകൾ 36+ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റും 22-ലധികം ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട്, സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ് SSC CGL എന്ന് പറയുന്നത്. ഈ പരീക്ഷകൾ, അതായത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ നടത്തുന്ന ഒരു ബോഡിയാണ്, എക്സാമിനേഷൻ കണ്ടക്ടിങ് ബോഡിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ സർ, ഫസ്റ്റ് ബെനിഫിറ്റ് ഇതില് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു ജസ്റ്റ് ജനറൽ ആയിട്ട് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ജോബ് സ്റ്റെബിലിറ്റി. വളരെ നമുക്കറിയാം, ഒരാൾ ജോബ് വരുമ്പോഴത്തേക്കും നമ്മുടെ സാലറിയും ജോബ് സെക്യൂരിറ്റിയും ആണ് നോക്കുന്നത്. അപ്പൊ ജോബ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈവൻ നമുക്കവിടെ ആ ഒരു സോഷ്യൽ പവർ കാണും. അത് കൂടാതെ തന്നെ നമുക്ക് ആ പോസ്റ്റ് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്. അപ്പോൾ ആ ഒരു ജോബ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്, സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ്. ഇനി ഹൈലി റെപ്യൂട്ടേഷൻ, അത് ഒബ്വിയസ് ആണ്. സോഷ്യൽ ഒരു ഇതുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ. നമ്മളിപ്പം ഞാനൊരു CBI ഓഫീസർ ആണ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന എനിക്കൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അത് വളരെ അധികമാണ് SSC ജോബ്സിലേക്ക് വരുന്ന സമയത്ത്. ആൻഡ് ദെൻ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ വളരെ നല്ലൊരു ബേസിക് പേ ലെവൽ തുടങ്ങി വളരെ നല്ലൊരു സ്റ്റാർട്ടിംഗ് സാലറി നിങ്ങൾക്ക് കിട്ടുന്ന ജോബുകളാണ് എല്ലാം തന്നെ SSC അണ്ടറിൽ വരുന്നത്. അതായത് ഇപ്പോൾ SSC CGL ഒരു ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഡിഗ്രി ഗ്രാജുവേറ്റ്സിനുള്ളതാണ്. ആൻഡ് SSC MTS ഉണ്ട്. നിങ്ങൾക്കൊരു 10th ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കസ്റ്റംസ്, നർക്കോട്ടിക്സ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി കൂടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാണ് SSC MTS ഉള്ളത്. 10th ലെവൽ ഉണ്ടെങ്കിൽ, 10th ലെവൽ മാത്രമുള്ള ഒരാളാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റിൽ ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് വിത്ത് എ ഗുഡ് ആൻഡ് ഡീസെന്റ് സാലറി. ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്, ഒബ്വിയസ്ലി ഒരു ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു വർക്ക് ലൈഫ് ബാലൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കറിയാം, ഒരുപാട് പേര് ആദ്യമേ ചിലപ്പോൾ വലിയൊരു എക്സാം ടാർഗറ്റ് ചെയ്താൽ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ചെറിയ എക്സാം എഴുതി, ഇപ്പൊ MTS എഴുതി കയറും. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യും, പിന്നെ ഗ്രോ ചെയ്ത് മുമ്പോട്ട് പോകാറുണ്ട്. ഈവൻ MTS കയറിയ പലവരും ഇന്ന് CGL വളരെ ടോപ്പ് ലെവൽ പോസ്റ്റ് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾക്ക് ഈവൻ ഒരു ഹയർ പോസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ പോലും ആ ഹയർ തന്നെ നോക്കണമെന്ന് നിർബന്ധമില്ല. താഴെ ലെവലിൽ ഒരു പോസ്റ്റ് നോക്കി അതിൽ കയറിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും അവിടെ നിന്ന് തന്നെ. അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ നമുക്ക് നല്ലൊരു സാലറി, ഇത്രയും പവറും കിട്ടുന്ന സമയത്ത്
സമയത്ത് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷന്റെ ഡൗട്ടേ ഇല്ല. ഡെഫിനറ്റ്ലി നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ആൻഡ് ഫൈനലി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് അലവൻസസ് ഉണ്ട്. അതെ, ആ നമുക്ക് benefits ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് നോക്കാം എന്നുള്ളത് അല്ലെ. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബെനിഫിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും സർ. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ? ട്രാൻസ്പോർട്ട് അലവൻസ്. ഒന്ന് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ട്രാവൽ, ഓഫീസിലേക്ക് പോകുന്ന ട്രാവൽ പോലും ആയാലും അതും നമുക്ക് ഈ പറഞ്ഞ ട്രാവൽ അലവൻസ് കിട്ടും. അത് കൂടാതെ മെയിൻലി നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു അലവൻസ് കിട്ടും. കാണാൻ പറ്റും, എംപ്ലോയീസ് റിസീവ് ട്രാൻസ്പോർട്ടേഷൻ സബ്സിഡീസ് ഫോർ ദി ഗവൺമെന്റ് റിഗാർഡ്ലെസ് ഓഫ് വേർ ദേ ആർ സ്റ്റേഷൻ്റെ. എവിടെ ആണെങ്കിലും, ലൈക്ക് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ മാത്രമേ അങ്ങനല്ല, എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റേറ്റ് PSCs എഴുതുന്നവർക്ക് അറിയാം, നമുക്കിപ്പോൾ ഒരു 30-40 ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത്രയും വർഷം സർവീസിൽ ഇരുന്ന് കഴിഞ്ഞ് റിട്ടയർമെൻറ്റ് ആകുന്ന സമയത്ത്, അതായത് എപ്പോഴാണോ നിങ്ങൾ ആ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത്, അപ്പോൾ നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് കയ്യിൽ കിട്ടും. പെൻഷൻ കൂടാതെ ഇറങ്ങുന്ന സമയത്ത് അത് മേ ബി 1 CR എബോവ് വരെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. കോടിക്കണക്കിന് രൂപ കിട്ടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈവൻ ഇപ്പം എൻ്റെയൊക്കെ പരിചയത്തിലാണെങ്കിൽ പോലും ഇതുപോലെ തന്നെ ഒരു ക്വാറി ഇൻസ്പെക്ടർ അങ്കിൾ ഉണ്ടായിരുന്നു. സോ അങ്കിൾ ഇപ്പോൾ ഇല്ല, ഹിസ് നോ മോർ. റിട്ടയർ ആയ സമയത്ത് അങ്കിളിന് ഏകദേശം 98 lakhs rupees ആണ് പെൻഷൻ കൂടാതെ കിട്ടിയത്. അപ്പം അതൊരു സ്റ്റേറ്റ് PSCയുടെ കാര്യം ഞാൻ പറഞ്ഞത്. സെൻട്രലിൽ എപ്പോഴും നമ്മൾ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആണ് കിട്ടുക. അത് സാലറി ആണെങ്കിലും ഡബിൾ ആണ്, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് ആണെങ്കിലും പെൻഷൻ എമൗണ്ട് ആണെങ്കിലും എല്ലാം ഡബിൾ ആണ്. നമ്മളൊരു സ്റ്റേറ്റ് PSCയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര എമൗണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ലെവലിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം ഉറപ്പായിട്ടും കോടികളായിരിക്കും റിട്ടയർ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കൂടാതെ പെൻഷൻ ബെനിഫിറ്റ്സും, അത് നിങ്ങൾ അത്രയും രാജ്യത്തിന് വേണ്ടി ഒരു റെപ്യൂട്ടഡ് സർവീസിലിരുന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നിങ്ങളെ ആദരിക്കുന്ന ഒരു കാര്യം കൂടെയാണെന്ന് പറയാം. ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ഫാമിലിനെയും അതുപോലെ തന്നെ കുടുംബത്തെയും സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെ, സെർവ് ചെയ്ത ഒരാൾ ഒരിക്കലും അല്ലെ എന്താ പറയാ സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല എന്ന ആ ഒരു ഇതുണ്ട് അവിടെ. ആൻഡ് LTC ലീവ് ട്രാവൽ കൺസെഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, നമ്മളൊരു സീജലിന്റെ എക്സാം വഴി നമ്മൾ എക്സാമിൽ ഈ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ട്രാവലിന് വേണ്ടിയുള്ള കൺസെഷൻ കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഡൊമസ്റ്റിക് മാത്രമല്ല, ഈവൻ ഇന്റർനാഷണൽ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇറ്റ് അലൗസ് ദം ടു ട്രാവൽ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ മാത്രമല്ല ഔട്ട്സൈഡ് ആണെങ്കിൽ പോലും നമുക്കത് കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലൈക്ക് മെയിൻലി നമുക്കറിയാം, ഈ ഒരുപാട് നാളൊക്കെ ജോബ് ചെയ്ത് കുറച്ച് സ്ട്രെസ്ഡ് ആകുമ്പോൾ ഇടയ്ക്ക് ഒരു നമ്മുടെ റിഫ്രഷ് ആവാൻ വേണ്ടിയും വീണ്ടും ഒരു റീസ്റ്റാർട്ടിനൊക്കെ വേണ്ടി നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഒരു വെക്കേഷനൊക്കെ പോകാൻ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രാവൽ കൺസെഷൻ കിട്ടും. അപ്പോൾ അതൊരു നല്ലതാണ്, ഒന്നുകൂടി റീചാർജ് ചെയ്ത് തിരിച്ചു വന്ന് വീണ്ടും ആ ജോബിലേക്ക് നല്ലപോലെ വീണ്ടും റീസ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് LTCനെ കുറിച്ച് സാറ് പറഞ്ഞ കാര്യം. ആൻഡ് ദെൻ നാഷണൽ പെൻഷൻ ബെനിഫിറ്റ്, ഞാൻ നേരത്തെ ഗ്രാറ്റുവിറ്റി ബെനിഫിറ്റ് പറഞ്ഞ കൂട്ടത്തിൽ പെൻഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിന് പെൻഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിനായിട്ടാണ് നിങ്ങളുടെ സാലറിയിൽ നിന്ന് മന്ത്ലി നിങ്ങളെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പെൻഷൻ കോൺട്രിബ്യൂട്ടറി അല്ലേ, ഒരു PF പിടിക്കും. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്താ പറയുക, റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി പോലെ തന്നെ മന്ത്ലി കിട്ടുന്ന ഒരു എമൗണ്ട് ആണത്. ഇപ്പോൾ പെൻഷൻ സ്കീമും സെൻട്രൽ ഗവൺമെന്റ് ജോലിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഗവൺമെന്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ മെഡിക്കൽ ഫെസിലിറ്റീസും കിട്ടും. ഇത് കൂടാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റിനൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ഈ കൺസെഷനും നമുക്ക് റീഫണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് കാണാൻ പറ്റും, ദ ഗവൺമെന്റ് വിൽ കവർ ഓൾ ഓഫ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ്. നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ തന്നെ കവർ ചെയ്യും. ഇവിടെ യു ബിക്കം എ മെമ്പർ ഓഫ് ദ ഗവൺമെന്റ് മെഡിക്കൽ കെയർ സ്കീം ആസ് ദേ ബിക്കം അവൈലബിൾ. നിങ്ങളിപ്പം ഗവൺമെന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് മാത്രമല്ല ജോയിൻ ചെയ്യുന്നത്, ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടി റൺ ചെയ്യുന്ന മെഡിക്കൽ കെയർ സ്കീംസിലേക്ക് നിങ്ങൾ എന്തുവാണ് ഓട്ടോമാറ്റിക്കലി ഒരു മെമ്പർ ആയി മാറുകയാണ്. സോ നിങ്ങളുടെ ആ ഒരു ജോബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു മെഡിക്കലിനെ കുറിച്ചുള്ള അതിന്റെ ഒരു ഹ്യൂജ് എക്സ്പെൻസിനെ കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾക്ക് പിന്നെ അവിടെ വേണ്ടി വരത്തില്ല. അതെ, നിങ്ങൾ മാത്രമായിരിക്കില്ല കവേർഡ് ആവുന്നത്, 100% നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ആ ഒരു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഫാമിലിയിൽ അതൊരു വളരെ നല്ല കാര്യം അല്ലേ. നമുക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ചിലപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകൾക്കായിരിക്കും. സോ 100% ആയിരിക്കും അവരുടെയും കവറേജ് വരിക. അത് മറ്റൊരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് പെയ്ഡ് ലീവ് ബെനിഫിറ്റ്സ്. പെയ്ഡ് ലീവ് ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? ഈ ചില എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ പോലും നമുക്ക് അന്നേ ദിവസത്തെ സാലറി കിട്ടുന്നു എന്നുള്ളതാണ് പെയ്ഡ് ലീവ് ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ജോലി ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇവിടെയും എന്തുണ്ട്, പെയ്ഡ് ലീവ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, പെയ്ഡ് ലീവ് കൂടാതെ അല്ലാതെ സിക്ക് ലീവ് ബെനിഫിറ്റ്സ് വരാറുണ്ട്, കാഷ്വൽ ലീവ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ലീവുകളുടെ കാര്യത്തിലൊന്നും ഒട്ടും ഒരു കുറവുമില്ല ഇവിടെ. ആൻഡ് റെഗുലേറ്റഡ് ഹോളിഡേയ്സ് എല്ലാം തന്നെ ഹോളിഡേയ്സ് ആയിരിക്കും ഗവൺമെന്റ് സെക്ടറിൽ. ആൻഡ് ഇത്രയും പറഞ്ഞത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഇനി എന്തൊക്കെയാണ് ആ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. ഞങ്ങളിപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഔട്ട്ലൈൻ ആണ് തരുന്നത്. അതായത് ഏതൊക്കെ പരീക്ഷകളാണ്, അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ വെബിനാർ ഉണ്ട്. നമ്മള് വെബിനാർസ് ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഉടനെ തന്നെ വരുന്ന December 16th 8 PM നമ്മൾ ഇനി ഈ അടുത്ത വർഷം വരാതിരിക്കുന്ന SSCയുടെ എക്സാംസ് നമ്മൾ ഓൾറെഡി പലവട്ടം നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള SSC എക്സാംസ് എന്ന് പറയുമ്പോൾ ഈ എക്സാംസ് എല്ലാം കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് 1 lakh+ വേക്കൻസീസിനാണ് റിക്രൂട്ട്മെന്റ് ഒരു വർഷം നടക്കുന്നത്. എല്ലാം കൂടി എടുക്കുമ്പോൾ അതിൽ തന്നെ നമ്മുടെ ഈ SSC GD എടുത്താൽ മാത്രം തന്നെ 40,000 to 50,000 വേക്കൻസിക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ബാക്കിയുള്ളത് എല്ലാം കൂടി എടുക്കുമ്പോൾ 1 lakh+ വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പാറ്റേൺസും ഒക്കെ തന്നെ നമ്മൾ ഈ വരുന്ന December 16th 8 PM വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, മേ ബി നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ കോളേജിന്റെ ഫൈനൽ ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്നവർ കാണും, ഫൈനൽ ഇയറിലുള്ളവർ കാണും. ഈവൻ ഫൈനൽ ഇയർ അല്ല, എനിക്കൊന്ന് ഏത് ഇയറിലാണെങ്കിൽ പോലും യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് 10th ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ സാധിക്കുന്ന എക്സാം ഉണ്ട്, +2 ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ സാധിക്കുന്ന പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതാം. ഇനി ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി ലെവൽ എക്സാം മാത്രമല്ല 10th +2 ഒക്കെ എഴുതാൻ പറ്റും. കാരണം 10th +2 കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഡിഗ്രിയിലേക്ക് വരുന്നത്. സോ കഴിഞ്ഞിട്ട് നോക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരും ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നതിന് പകരം ഡിഗ്രിയുടെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. വളരെ പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. ഡിഗ്രി കഴിഞ്ഞിട്ട് കറങ്ങി ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ എന്തായാലും നേരത്തെ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നത് അത്രയും നല്ലതല്ലേ. ഒരു 18 തൊട്ട് ഏജ് ലിമിറ്റ് തുടങ്ങുകയാണ് SSC എക്സാമിനേഷൻസിന്റെ. സോ എൻട്രി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഫ്രീ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്നത്. അതും ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും വെബിനാർ എടുക്കുക. ഇപ്പോൾ December 16th 8 മണിക്ക് നടക്കാൻ പോകുന്ന വെബിനാർ നമ്മുടെ രജൻ സാർ തന്നെയായിരിക്കും എടുക്കുന്നത്. സാറിന് നിങ്ങൾക്കറിയാം, സാറിന് ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ ഉള്ളത്. അപ്പം മാക്സിമം ഈ വെബിനാർ യൂട്ടിലൈസ് ചെയ്യുക. 2025 എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇത് സാറുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗ്രേറ്റ് ഡൗട്ട് ക്ലിയറൻസ് സെഷനും കൂടെ ആയിരിക്കും. സോ ഇതിനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ വെബിനാറിന്റെ ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. വെബിനാർ നടക്കുന്ന ദിവസം നിങ്ങളുടെ രജിസ്റ്റേർഡ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് വെബിനാറിന്റെ സൂം ലിങ്ക് കിട്ടുന്നതാണ്. അതിൽ കയറി നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാം. സാറിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സാറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ മെന്റേഴ്സിനോട് ചോദിക്കാം. എല്ലാവരും അന്നത്തെ ദിവസം അവൈലബിൾ ആയിരിക്കും. സോ നെവർ മിസ് ദാറ്റ്. സാർ, അപ്പോൾ നമുക്ക് എക്സാംസ് ഒന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡൗട്ടില്ല, ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഈ ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്രാജുവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് അടുത്ത വർഷം ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയം കഴിയുമ്പോഴത്തേന് വരും. എക്സാം മോസ്റ്റ്ലി ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരിക്കും നടക്കുന്നത്. ഈ വർഷം വിളിച്ച സമയത്ത് അതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 18,000 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് ഇത്രയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേക്കൻസി വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് മിസ് ചെയ്യല്ലേ. എസ്പെഷ്യലി ഈ കോളേജിന്റെ ഫൈനൽ ഇയറിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ പഠിച്ചിറങ്ങി കഴിയുമ്പോഴായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. വന്ന ഒരു 3 മാസത്തിന്റെ എക്സാം ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഓർഡറിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ആ എക്സാം എഴുതാൻ നിങ്ങൾക്ക് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ SSC CHSL ആണ് വരുന്നത്. CHSL 12th ലെവൽ, നിങ്ങൾക്ക് 12ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് SSC CHSL എഴുതാം. CHSL ഏജ് ലിമിറ്റ് വരുന്നത് ഏകദേശം 18 to 30 ഏജ് ലിമിറ്റ് ആണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഒരു 18 to 28 ആണ് ജനറലിന് വരുന്നത്. OBCക്ക് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും, 31 വരെ എഴുതാം, 1 വരെ എഴുതാം. അതുപോലെ 5 year റിലാക്സേഷൻ ഉണ്ട്. SSC CHSL വരുന്ന കുറച്ച് പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലുള്ള പോസ്റ്റുകളാണ് CHSL വരുന്നത്. CGL സാർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും ഹയസ്റ്റ് റെപ്യൂട്ടഡ്
എക്സാം ആണ് SSCയുടെ CGL എന്ന് പറയുന്നത്. ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകളും വിത്ത് ഹയർ സാലറി, 1,00,000-ലധികം സാലറി നേടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CGL എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് MTS ആണ്. MTS നമ്മൾ ജസ്റ്റ് ഒരു 10th ക്വാളിഫിക്കേഷൻ മാത്രം മതി ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് തന്നെ എണ്ണി നോക്കാം ഈ ഒരു CSSലും MTS ഇതുവരെ എത്ര തവണ എഴുതാമായിരുന്നു എന്നുള്ളത്. നമ്മുടെ 18 years മതി എഴുതാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മേ ബി 3 or 4 ചാൻസ് ആയിരിക്കും ചിലപ്പോൾ മിസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് മിസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിനകത്ത് നിന്ന് നമുക്ക് എഴുതാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ MTS വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 yearsഉം 27 yearsഉം രണ്ടും വരുന്നുണ്ട്. ഹവൽദാർ ആണെങ്കിൽ 27ഉം അല്ലാത്ത ജനറൽ പോസ്റ്റിലാണെങ്കിൽ 25 വരെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എത്ര തവണ മിസ്സായോ എന്നുള്ളത് നിങ്ങൾക്ക് എണ്ണി നോക്കാം. ഇനി എത്ര തവണ എഴുതാൻ പറ്റും എന്നുള്ളതും നിങ്ങൾക്ക് എണ്ണി നോക്കാം. ഇനി ഒരു തവണ പോലും മിസ്സാവാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്ന കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ SSCയുടെ GD ആൻഡ് SSCയുടെ CP ഉണ്ട്. GD GD ഇത് രണ്ടും നിങ്ങൾ കേന്ദ്ര സർവീസ് ഫോഴ്സിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. CPO സെൻട്രൽ പോലീസ് ഓഫീസർ ആണ്. അതിന് ഡിഗ്രി ആണ് വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത്. എന്നുള്ള പോസ്റ്റിലേക്ക് SI പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. നല്ല സാലറി. ഡൽഹി പോലീസ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ പവർഫുൾ ഫോഴ്സ് ആണ് ഇന്ത്യയിലെ ഡൽഹി പോലീസ്. ഈവൻ അവിടെ നമുക്ക് CBIയിലേക്ക് ഡെപ്യൂട്ടേഷനും കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈവൻ CBIയിലോട്ട് പോകാനുള്ള വേറൊരു വഴി നോക്കുകയാണെങ്കിൽ അത് ഇതുകൂടിയാണ് CPO ആണ്. ആൻഡ് GD എന്ന് പറഞ്ഞാൽ 10th ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സുകളിലേക്ക്, അത് പ്രത്യേകിച്ച് SSB, ITBP, CISF, CRPF പോലുള്ള ഫോഴ്സുകളിലേക്കാണ് നിങ്ങളൊരു കോൺസ്റ്റബിൾ ആയിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതും സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സിലേക്ക്. യൂണിഫോം ഉള്ള പോസ്റ്റിൽ ഒരുപാട് ഡ്രീമും ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് GD is the best option. ഹ്യൂജ് വേക്കൻസി GD വിളിക്കുന്നത്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ്. 35,000 നമുക്ക് ഐ തിങ്ക് അറൌണ്ട് 45,000 അടുപ്പിച്ച് 44,000 സംതിങ് ആണ് ഈ വർഷത്തെ വേക്കൻസി. ഇതിന് മുമ്പ് 2 വർഷം മുമ്പ് 55,000 വേക്കൻസിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാ വർഷം ഓൾമോസ്റ്റ് ഒരു 30 to 50, 55 അതാണ് വേക്കൻസിയുടെ കൗണ്ട് എന്ന് പറയുന്നത്. വളരെ ഹ്യൂജ് ഒരു വേക്കൻസി ആണ്. വളരെ ഹ്യൂജ് വേക്കൻസി ആണ്. ആൻഡ് പിന്നെ SSC സ്റ്റെനോഗ്രാഫർ. ഈ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെനോഗ്രഫി അറിയാവുന്നവർക്ക് മാത്രമേ എഴുതാൻ പറ്റൂ. പഠിച്ചിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് വേണോ എന്നൊരു ഭയങ്കര കോമൺ വേണ്ട. സർട്ടിഫിക്കറ്റ് വേണ്ട, പക്ഷെ ഡെഫിനറ്റ്ലി പഠിച്ച് നമുക്ക് പഠിക്കണം. എന്നുള്ള നമുക്കിപ്പോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പോയി പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊരു 8 months 10 months മുമ്പേ പഠിച്ചു തുടങ്ങണം. നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതൊരു സ്കിൽ ടെസ്റ്റ് ആണ്. ആ സ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേ ഉള്ളൂ. ഒരു സർട്ടിഫിക്കറ്റ് നമ്മളോട് ചോദിക്കത്തില്ല. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെനോഗ്രാഫർ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈവൻ സ്റ്റെനോഗ്രഫി അറിയാത്ത പലരും തന്നെ ഉണ്ട്. ഇത് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, സ്റ്റെനോഗ്രഫി പഠിച്ചിട്ട് അതിന്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്റ്റെനോഗ്രഫർ പോലെ പോസ്റ്റ് ആകുമ്പോൾ എന്തായാലും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്റ്റെനോഗ്രഫി പഠിച്ചിട്ട്, പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെനോഗ്രഫി എന്ന് പറയുന്ന എക്സാമിനേഷൻ അധികം കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു എക്സാമാണ്, ഫാക്ടറാണ്. ഒരുപാട് ഒന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഹാൻഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ കുറച്ച് പ്രോ ആണ് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എഴുതേണ്ട ഒരു എക്സാമാണ് സ്റ്റെനോഗ്രാഫർ. കാരണം മെജോറിറ്റി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കടിയിട്ട് ഇംഗ്ലീഷ് ഒന്നും അല്ല ചോദിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലൊന്ന് കൈവയ്ക്കണം എന്ന് തന്നെ പറയുന്നത് SSC സ്റ്റെനോഗ്രാഫറിൽ. കാരണം ഇംഗ്ലീഷിനാണ് മാർക്സ് വെയിറ്റേജ് കൂടുതൽ. ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും ഈ എക്സാം. ആൻഡ് സെലക്ഷൻ പോസ്റ്റ് നമുക്കത് 10th 12th നമുക്ക് ആ പേരിലുണ്ട്. സെലക്ഷൻ പോസ്റ്റ് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 10th 12th അതുപോലെ ഗ്രാജുവേഷൻ, ഇത് മൂന്നും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വളരെ സെലക്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റിൽ ചില ക്വാളിഫിക്കേഷൻ വേണ്ടിയ പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. ലൈക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റ് കൊടുക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയാണ് സെലക്ഷൻ പോസ്റ്റ് വിളിക്കുന്നത്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന റിക്രൂട്ട്മെന്റ്. സോ ഇവിടെ വരുമ്പോഴത്തേനും പിന്നെയും വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും, വേക്കൻസി കുറവായിരിക്കും, പക്ഷേ അറ്റ് ദ സെയിം ടൈം കോമ്പറ്റീഷനും കുറവായിരിക്കും. ആൻഡ് പല സോണുകളിലായിരിക്കും വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സോണിൽ ഇപ്പം നമുക്ക് കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ സോണിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെയും നമ്മുടെ DVക്ക് വിളിക്കും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. അവിടെ നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സോണിൽ കിട്ടില്ലെങ്കിൽ വേറെ സോണിൽ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ ഇനി വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ എക്സാം മാത്രമേ ഈ SSC സെലക്ഷൻ പോസ്റ്റിന് ഉള്ളൂ. സാധാരണ നമ്മുടെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സിംഗിൾ എക്സാം ഉള്ളൂ. അതും വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമുക്ക് മിക്കവാറും എല്ലാ എക്സാം, കാരണം ഇന്നത്തെ കാലത്ത് ഏത് എക്സാം എടുത്താലും ആദ്യം ഒരു ഫേസ് കാണും, അത് ക്ലിയർ ചെയ്യണം, റിസൾട്ട് വരണം, അടുത്ത ഫേസ് കാണും, അത് ക്ലിയർ ചെയ്യണം, റിസൾട്ട് വരണം, പിന്നെ ചിലപ്പോൾ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ സിംഗിൾ എക്സാംസ് മാത്രമേ ഉള്ളൂ. സോ അതൊരു വലിയൊരു എന്താ പറയുക ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കിൽ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോയത്. ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വരുന്ന December 16th 8 PM വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ഇതിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സാർ അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനിൽ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ആൻഡ് എൻട്രിയിൽ ഇപ്പം ഓഫേഴ്സിന്റെ ഒരു ടൈമാണ്. December month എന്ന് പറയുന്നത് ഇയർ എൻഡിലാണ്. അതുപോലെ തന്നെ അടുത്തൊരു വർഷം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു പുതിയ
സ്റ്റാർട്ടായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. സോ ഒരു പുതിയ കോഴ്സിൽ ചേർന്ന് പഠിക്കാനും ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം. അതിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ വേറെങ്ങും പോകേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും എൻട്രി ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, അത് എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ, വെബിനാർസ് ഓർ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി വെച്ചുകൊണ്ട് ഇതിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഏതൊക്കെ എക്സാം എഴുതാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും Yeah. നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനാവശ്യമുള്ള ബാച്ചിലേക്കും ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു എക്സാംസിനെ പറ്റിയുള്ള ഡൗട്ടുകളും. അതുപോലെ ഇനി നിങ്ങൾ ചോദിക്കില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതായത് SSCക്ക് പ്രിപ്പയർ ചെയ്യണോ? നമ്മുടെ കേരളത്തിൽ പൊതുവേ കാൻഡിഡേറ്റ്സ് ഭയങ്കര അവയർനെസ് കുറവാണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ കുറിച്ച്. നമ്മുടെ ഒരു അവയർനെസ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ തന്നെയാണ്. കാരണം അത്രയധികം അവയർനെസ് വീഡിയോസ് ആണ് കാൻഡിഡേറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും മുൻപിലേക്ക് വരാനും പ്രിപ്പയർ ചെയ്യാനുമായിട്ടൊക്കെ വേണ്ടി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. താങ്ക് യു. നമുക്ക് വെബിനാറിൽ കാണാം.